ഹായ്, അബൌട്ട് ബ്ലൂ ഹിൽസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് തികച്ചും വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായിട്ടാണ്. തികച്ചും എൻ്റെ ചാനലിൻ്റെ മുൻ വീഡിയോസ് കാണുന്നുള്ള ആളുകൾക്കൊക്കെ അറിയാം, കൃഷി സംബന്ധമായിട്ടുള്ള വീഡിയോസാണ് ഞാൻ കൂടുതലും ചെയ്യാറുള്ളത്. മാത്രമല്ല, ഏകദേശം 2-2.5 മാസമായിട്ട് ഞാൻ കർണാടകയിലുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് കൃഷി സംബന്ധമായിട്ടുള്ള വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയിരുന്നു. ഇപ്പോൾ റമദാൻ പ്രമാണിച്ച് നാട്ടിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കൃഷി സംബന്ധമായിട്ടുള്ള വീഡിയോസ് എടുക്കാൻ ചില ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ സുഹൃത്ത് അനീഫ നമ്മുടെ കൂടെ ഉണ്ട്. അനീഫ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ ആൾക്കാർക്ക് അറിയാം. സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് പാട്ടുകളൊക്കെ വൈറലായിട്ടുള്ള അനീഫയാണ്. സൂഫി ഗായകനാണ്, ഗസൽ ഗായകൻ. ആ കാറ്റഗറിയിൽപ്പെട്ട ഗാനങ്ങൾ തിരഞ്ഞെടുത്ത് പാടുന്ന അനീഫാനെ ഇന്ന് കിട്ടിയപ്പോൾ നമ്മളെ ചാനലിലൂടെ അനീഫാനെ ഒന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം, അനീഫാൻ്റെ പാട്ട് പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. അപ്പോൾ അനീഫ, എന്തൊക്കെയുണ്ട്? സുഖമല്ലേ? സുഖമാണ്. എന്താ ഞാൻ പാടണ്ട? ഒരു പാട്ട് പാടണം, നമ്മളെ പ്രേക്ഷകർക്കും വേണ്ടിയിട്ട് ഒരു പാട്ട് പാടണം. പിന്നെ വേറെ ഒന്നും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ പരിമിതമായ സൗകര്യങ്ങൾ വെച്ചിട്ടാണ് ഞങ്ങളിത് ചെയ്യണത്. ഒന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മൊബൈൽ മാത്രം വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഒരു ഹാർമോണി സെറ്റോ അല്ലെങ്കിൽ തബലയോ അല്ലെങ്കിൽ വേറെ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഒന്നും ഇല്ലാതെ ഉള്ള പാട്ടാണ്. അപ്പോൾ അതിന് ഒരുപാട് പോരായ്മകളുണ്ടാവും. അതൊക്കെ നിങ്ങൾ പാട്ടൊന്ന് കേട്ട് നോക്കി, എന്നിട്ട് പോരായ്മകളൊക്കെ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് അത് പരിഹരിക്കാമല്ലോ അടുത്ത വീഡിയോയിൽ. അപ്പോൾ നമ്മളെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഇന്ന് ഏത് പാട്ടാണ് പാടാൻ പറ്റുക? ഓവർ നീട്ടി പറ്റണ്ട. സമയം അല്ല, പെട്ടെന്ന് നമുക്ക് പാട്ടൊക്കെ പോവാം. അപ്പോ മുമ്പായി പാടിയ കുറിപ്പ് എഴുതിയ നീലവെളിച്ചം നിലാമഴ പെയ്യുന്ന നല്ല അടിപൊളി പാടിയതാണ്. അപ്പൊ അതിന്റെ ലിറിക്സ് ഒന്നും ഓർമ്മയിലില്ല, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടാവും. കാരണം പെട്ടെന്ന് വന്നിട്ട് ഇങ്ങനെ പാട്ട് പാടുന്ന വെച്ചപ്പോൾ പാടാന്നുള്ളൂ. അപ്പോ നിങ്ങൾക്ക് ഇഷ്ടാവുന്ന കരുതന്. നീലവെളിച്ചം നിലാമഴ പെയ്യുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താ വേറെ പ്രത്യേകത ഉണ്ട് ആ പാട്ടിന്. എന്താ വെച്ചാൽ അത് ഞാൻ മുമ്പായിട്ട് വോയിസിൽ ഞാൻ കേട്ടിട്ടുണ്ട് ആ പാട്ട്. അത് നല്ല അർത്ഥവത്തായ വരികളാണ്. അത് കേട്ടിരിക്കുമ്പോൾ തന്നെ അത് ശരിക്കും നല്ല കേട്ടിട്ട് കേട്ടാൽ നല്ല രസമാണത്. അതിൻ്റെ ഒരു ഫീലിംഗ് ഉണ്ടാവും. അങ്ങനെയാണ് അതിൻ്റെ ഒരു വരികളും ഒക്കെ ഉള്ളത്. പാടുമൊക്കെ അല്ലേ? ഓക്കെ, എന്നാ പാട്ട് പോവാം. നീലവെളിച്ചം നിലമഴ പെയ്യുന്ന ഭോജനശാലതൻ കോണിൽ കുയിലുകൾ പോൽ ഗസലുകൾ പാടുന്ന നിങ്ങളാരോ? നീലവെളിച്ചം നിലമഴ പെയ്യുന്ന ഭോജനശാലതൻ കോണിൽ നീലവെളിച്ചം നിലമഴ പെയ്യുന്ന ഭോജനശാലതൻ കോണിൽ കുയിലുകൾ പോൽ ഗസലുകൾ പാടുന്ന നിങ്ങളാരോ? നീലവെളിച്ചം നിലമഴ പെയ്യുന്ന ഭോജനശാലതൻ കോണിൽ കുയിലുകൾ പോൽ ഗസലുകൾ പാടുന്ന നിങ്ങളാരോ? നീലവെളിച്ചം നിലമഴ പെയ്യുന്ന ഭോജനശാലതൻ കോണിൽ പ്രേമിച്ച തെറ്റിനാൽ സ്വർഗം ശപിക്കയാൽ ഭൂമിയിൽ വന്നവരോ? നിങ്ങൾ ഭൂമിയിൽ വന്നവരോ? പ്രേമിച്ച തെറ്റിനാൽ സ്വർഗം ശപിക്കയാൽ ഭൂമിയിൽ വന്നവരോ? നിങ്ങൾ ഭൂമിയിൽ വന്നവരോ? സ്വർഗത്തിലജ്ഞാതമാനുരാഗത്തിൻ സൗഗന്ധികം തേടി വന്നവരോ? സ്വർഗത്തിലജ്ഞാതമാനുരാഗത്തിൻ സൗഗന്ധികം തേടി വന്നവരോ? കുയിലുകൾ പോൽ
ഗസലുകൾ പാടുന്ന നിങ്ങളാരോ നിലവെളിച്ചം നിലമഴ പെയ്യുന്ന ഭോജനശാലത്തൻ കോണിൽ കൂട്ടിലെ കുഞ്ഞിനായി നന്മണി തേടും കുഞ്ഞാറ്റക്കുരുവികളോ നിങ്ങൾ, കുഞ്ഞാറ്റക്കുരുവികളോ. കൂട്ടിലെ കുഞ്ഞിനായി നന്മണി തേടും കുഞ്ഞാറ്റക്കുരുവികളോ നിങ്ങൾ, കുഞ്ഞാറ്റക്കുരുവികളോ. കോടിമുഷിഞ്ഞതാം കസവ് കുപ്പായത്തിൻ മോടിപ്പൊതിഞ്ഞതാം ദൈന്യങ്ങളോ. കോടിമുഷിഞ്ഞതാം കസവ് കുപ്പായത്തിൻ മോടിപ്പൊതിഞ്ഞതാം ദൈന്യങ്ങളോ. കുയിലുകൾ പോലിന കുയിലുകൾ പോൽ ഗസലുകൾ പാടുന്ന നിങ്ങളാരോ നിലവെളിച്ചം നിലമഴ പെയ്യുന്ന ഭോജനശാലത്തൻ കോണിൽ. ആ ഈ പാട്ടിന് ഞങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട്. ഒരു 500 ലൈക്ക് എൻ്റെ അനീഫാക്കും വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു പാട്ട് നിങ്ങൾ കൊടുക്കണം. എങ്ങനെയുണ്ട്? എല്ലാവർക്കും ഇഷ്ടമായില്ല? അനീഫ എങ്ങനെ ഉണ്ടായിരുന്നടാ എക്സ്പീരിയൻസ്? പാട്ട് കുറച്ച് സ്പീഡിലാണ് പാടിയിരിക്കുന്നത്. കാരണം നമുക്ക് കരോക്കെ അതേപോലെ മറ്റു കാര്യങ്ങളൊന്നും ഉപയോഗിച്ചിട്ടില്ല. അപ്പൊ അത് ഇപ്പൊ ഒരു തബലയും പെട്ടിയൊക്കെ വരുമ്പോ ഈ പാട്ട് ഒരു 3 സ്കെയിലാണ് ഞങ്ങളിത് പാടല്. അതിനെ സ്ലോ ആക്കിയിട്ട് ഭയങ്കര ഉഷാറാക്കി പാടും. നമ്മളത് അത്ര സ്ലോ ആക്കുമ്പോൾ കേൾവിക്കാർക്ക് ഒരു ബോർ വരണ്ട. കാരണം മ്യൂസിക് ഉണ്ടാകുമ്പോഴാണ് ആ പാട്ട് കേട്ടിരിക്കുള്ളൂ. അതുകൊണ്ടാണ് അത് പെട്ടെന്ന് പാടിയത്. എന്തായാലും ഇഷ്ടാവും. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മളെ ചാനലിൽ നമ്മളൊരു മൊബൈലിലെടുത്ത ഒരു വീഡിയോ മാത്രം, ഇതിന് വേറൊരു ഇൻസ്ട്രുമെൻറ്റ്സ് ഒന്നുമില്ല. ഇപ്പോൾ അനീഫ് പറഞ്ഞ മാതിരി തബല അല്ലെങ്കിൽ ഹാർമോണിയം ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പാട്ട് വേറൊരു ലെവലേക്കാരം. പക്ഷേ അതൊന്നുമില്ലാതെ ഇപ്പോൾ തൽക്കാലം ഞങ്ങൾ ഒരു ചെറിയൊരു തട്ടിക്കൂട്ട് നമ്മളെ പ്രേക്ഷകർക്കും വേണ്ടിയിട്ട് ചെയ്തതാണ്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട്. ഒരു 500 ലൈക്ക് ഈ പാട്ടിന് കൊടുക്കണം. പിന്നെ ഈ പാട്ട് എന്ന് പറഞ്ഞാൽ നമ്മള് മൊബൈലിൽ പാടുമ്പോൾ നമ്മളെ വോയിസ് കൺട്രോളിങ് പറ്റൂല. അപ്പൊ ഒരു മൈക്കിലാണ് നമ്മൾ പാടുന്നുണ്ടെങ്കിൽ അതാ ഒരേ വോക്കലിന്റെ ഒരേ റേഞ്ചിൽ ഇങ്ങനെ പോകുമ്പോ നല്ല സുഖമായിട്ട് പാടാം. നമ്മളെ കൂട്ടത്തിൽ ആളുണ്ടാവുമ്പോ. നമ്മൾ പറഞ്ഞപ്പോ അങ്ങനെ പാട്ട് പാടി. ഇപ്പൊ നമ്മളെ മൊബൈലിൽ ഈ പരിമിതികൾ വെച്ചിട്ട് ചെയ്തതാണ്. ഇഷ്ടമായെന്ന് വിചാരിക്കുന്നുണ്ട്. എല്ലാവരും ലൈക്ക് അടിക്കുക. ഓക്കെ, ബൈ.